പാഠം 758. ഒരു വലിയ തൊഴിൽ ചിന്ത. ചോറ്റുപാത്രം. ഇനി ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. മണി 8:30 ആയുള്ളൂ. ഇപ്പോഴേ ചോറെടുത്തെന്തിനാ? മോഹനേട്ടനല്ലേ പറഞ്ഞത് മോഹനേട്ടൻ 9 മണിയാകുമ്പോഴേക്കും പോണോന്ന്. ഇനി ഞാൻ ചോറെടുക്കാൻ വൈകിയതുകൊണ്ട് മോഹനേട്ടൻ പോവാതിരിക്കണ്ടേ? ശരി, ഞാൻ 9 മണിക്ക് പോണെന്ന് പറഞ്ഞുള്ള നേരാ. പക്ഷെ സാധാരണ ഞാൻ പോകാൻ നേരത്താണല്ലോ നീ ചോറും കൊണ്ടുപോകാറുള്ളത്. ഇന്നെന്താ നേരത്തെ? എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. അയാളോട് ചിലപ്പോ എനിക്ക് 1/2 മണിക്കൂർ കൂടുതൽ സംസാരിക്കേണ്ടി വരും. അതാരാ ഇങ്ങോട്ട് വരുന്നത്? എന്റെ ഒരു കക്ഷി. കക്ഷിക്ക് പേരില്ലേ? എന്റെ എത്ര കക്ഷികളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന് മനസ്സിലാവും. ആളിപ്പോഴത്തും. അപ്പോ എനിക്ക് കുറച്ച് മനസ്സമാധാനമായിട്ട് അവളോടൊന്ന് സംസാരിക്കണം. ഓ, അപ്പൊ വരുന്ന പെണ്ണാണ്? അതെ. വിവാഹമോചനായിരിക്കും കേസ്. കേസ് എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവളോട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും. അത് കൊള്ളാം. സാധാരണ കക്ഷി വരുന്നത് കേസുമായിട്ടാണ്. ഇവിടെ ഇപ്പോ കക്ഷി വന്നതിന് ശേഷം ചർച്ച ചെയ്തതിനു ശേഷമാണ് കേസ് ഉണ്ടാവുന്നത്. അതൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. മോഹനേട്ടൻ ഇടപെട്ട് കൊളവാക്കാതിരുന്നാ മതി. ഇതാ ചോറ്റുപാത്രം. ഷർട്ട് മുണ്ട് ഞാൻ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. രാവിലെ കഴിക്കാനുള്ളത് വിളമ്പി ഉണ്മേശ്വരം വെച്ചിട്ടുണ്ട്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ. അയ്യോ, അവള് വന്നു തോന്നുന്നു. 8 മണിക്ക് വരാന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ സമയം 8:30 നിന്റെ അല്ലേ കക്ഷി? 8:30 വന്നല്ലോ എന്ന് ആലോചിക്കുക. നീ ആണെങ്കിൽ രാവിലെ 8:30 എന്ന് പറഞ്ഞാൽ രാത്രി 8:30 ആവും വരാൻ. തമാശ പറഞ്ഞതായിരിക്കും, പക്ഷെ അത് അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞ. കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിന്ന് വെറുതെ നേരം കളയാതെ ഷർട്ട് മുണ്ടും എടുത്തിട്ട് ഭക്ഷണം കഴിച്ച് ആഫീസിൽ പോകാൻ നോക്ക്. ആലീസിനെ ഞാൻ കാത്തിരിക്കായിരുന്നു. 8 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം 8:30 ആയിട്ടോ. വരുന്ന വഴിക്ക് സ്കൂട്ടറിന്റെ ടയർ ഒന്ന് പഞ്ചറായി. പിന്നെ സ്കൂട്ടർ അവിടെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് ഓട്ടോ വിളിച്ചാ വന്നത്. 10 മണി കഴിയുമ്പോ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു. അപ്പൊ ആലീസിന് അത് പറ്റില്ല. അവിടെ വന്ന എല്ലാരും ശ്രദ്ധിക്കില്ലേ? അതെനിക്ക് പ്രയാസമാണ് വക്കീലെ. അതുകൊണ്ടാ. ഇനിയിപ്പോ കോടതി പോയിന്റ് വന്നാലോ? അപ്പോഴും നാട്ടുകാർക്ക് ശ്രദ്ധിക്കില്ലേ? അങ്ങനെ വേണ്ടി വന്നാ വേറെ വഴിയില്ലല്ലോ. വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. മോനിട്ട് ആ ഫോൺ എടുക്കാമോ? ആലീസ് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഹലോ, മോഹനേഷ സാറല്ലേ? അതെ സാറേ, ഇത് ഞാനാ, ജോസൂട്ടി, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജോസൂട്ടി. എന്താ ജോസൂട്ടി? ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. സാർ എന്നെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി? എനിക്ക് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അയ്യോ, അതെന്നാ? മെനഞ്ഞാന്ന ഓർഡർ വന്നത്. 2 ദിവസത്തിനകം വയനാട്ടിൽ പോയി ജോയിൻ ചെയ്യണം. അല്ല, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ ജോസൂട്ടി? സ്ഥലം മാറ്റം അല്ല സാറേ പ്രശ്നം. എന്റെ ഭാര്യ ആലീസിന് ഒരു പ്രൈവറ്റ് ഫാമിലി ജോലിയുള്ള കാര്യം സാറിന് അറിയാലോ. ജോലി കളഞ്ഞ് എന്റെ കൂടെ വരാൻ അവള് തയ്യാറല്ല. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ സാറേ വയനാട്ടിൽ പോയി താമസിക്കുന്നേ? അങ്ങനെ പിരിഞ്ഞ് താമസിക്കാനല്ലല്ലോ കല്യാണം കഴിച്ചത്. പക്ഷെ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും ആലീസ് വരുന്നില്ല. അവളുടെ കമ്പനിയിൽ നിന്ന് ലീവും കിട്ടില്ല, സ്ഥലമാറ്റവും കിട്ടില്ല എന്ന്. അത് കാരണം എന്റെ കൂടെ വരണമെങ്കിൽ ജോലി രാജിവെക്കണം. ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവള് വക വെക്കുന്നില്ല സാറേ. അല്ല, അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറിന്റെ ഭാര്യയും ആലീസും തമ്മിൽ വലിയ അടുപ്പമാണ്. ആലീസ് വക്കീലിനെ വിളിച്ചപ്പോ വക്കീല് പറഞ്ഞു ജോലി കളയണ്ടാന്ന്. എന്റെ കൂടെ വയനാട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവള് പറയാ സത്യഭാമയെ കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാന്ന്. അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓ, അപ്പൊ ആലീസാണ് വന്നത്. സാർ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും സാറും വക്കീലും കൂടി അവളെ ഉപദേശിച്ച് മനസ്സൊന്ന് മാറ്റണം. ജോലി കളഞ്ഞ് എന്റെ കൂടെ വരാൻ ആലീസിനോട് പറയണം. സാറ് വിചാരിച്ച നടക്കും. എന്നെ സഹായിക്കാൻ സാർ ഒരാളെ ഉള്ളൂ. എന്തായാലും ജോലി രാജിവെക്കാൻ ഞാൻ തയ്യാറല്ല ഭാമ മാഡം.
കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി കിട്ടിയ ജോലിയല്ലേ, അത് കളഞ്ഞ പിന്നെ ഒരിക്കലും ജോലി വേണമെന്ന് തോന്നുമ്പോ അത് കിട്ടുമോ? ഇക്കാര്യത്തിൽ ഞാൻ 100% ആലീസിന്റെ പക്ഷത്താ. ജോസൂട്ടിയുടെ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ സംസാരിച്ചതാ. പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ജോസൂട്ടി തയ്യാറല്ല. ജോലി രാജിവെച്ച് ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ ഇനി ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല എന്ന് ജോസൂട്ടി പറഞ്ഞിരിക്കുക. ജോസൂട്ടി പറഞ്ഞാൽ എന്താ തെറ്റ്? ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ഒരുമിച്ച് ജീവിക്കാനാണല്ലോ കല്യാണം കഴിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ആലീസ് ജോലി രാജിവെച്ച് ജോസൂട്ടിയുടെ കൂടെ ചെല്ലുന്നതല്ലേ നല്ലത്? അതെന്തിനാണ് മോനട്ടാ? അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ ജോസൂട്ടിക്ക് ജോലിയൊക്കെ രാജിവെച്ച് ഇവിടെ ഒന്ന് നിന്നാ പോരെ? കൊള്ളാം. ആണുങ്ങൾ ജോലിയില്ലാതെ പെണ്ണുങ്ങളെ ചില ജീവിക്കാനോ? അതെവിടെ ന്യായം? മോഹനേട്ടൻ ഇതിൽ ഇടപെടണ്ട. ആലീസ് എന്തായാലും ജോലി രാജിവെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതില് ഇനി ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ആലീസേ, ഭാമയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ജോലി രാജിവെച്ച് ജോസുകുട്ടി കൂടെ ചെന്നില്ല എങ്കിൽ ആലീസിനെ ജോസുകുട്ടി ഉപേക്ഷിക്കും. ജോസുകുട്ടി ഭയങ്കര വാശിക്കാരനെന്ന് അറിയാലോ. അങ്ങനെ ജോസുകുട്ടി ആലീസിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോ ഒരു കേസ് ഉണ്ടാവും. ആ കേസ് ആലീസ് ഇവൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു വിവാഹമോചന കേസ് കിട്ടാൻ വേണ്ടിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏയ്, അതൊന്നും അല്ലെന്ന് എനിക്കറിയാം. ശരി, മോഹനേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്നിരിക്കട്ടെ. എനിക്ക് കേസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ 2 ചോദ്യങ്ങൾക്ക് മോഹനേട്ടൻ സത്യസന്ധമായുള്ളൊരു ഉത്തരം തരണം. ഭാവിയിൽ മോഹനേട്ടൻ ഒരു സ്ഥലമാറ്റം ഉണ്ടായി കഴിയുമ്പോ ഞാൻ ജോലി കളഞ്ഞ് മോഹനേട്ടന്റെ കൂടെ വന്നില്ലെങ്കിൽ മോഹനേട്ടൻ എന്നെ ഉപേക്ഷിക്കോ? എനിക്ക് സ്ഥലമാറ്റം വന്നില്ലല്ലോ, വരവാലോചിക്കാം. 2ാമത്തെ ചോദ്യം, ജോസൂട്ടിയുടെ വാക്കും വിശ്വസിച്ച് ആലീസ് ജോലിയും കളഞ്ഞ് ജോസൂട്ടിയോട് പോയി തന്നെ ഇരിക്കട്ടെ. ഭാര്യയും ഭർത്താവും ആവുമ്പോ ഭാവിയിലും വഴക്കുണ്ടാവും. അങ്ങനെ വഴക്കുണ്ടായി അന്ന് ജോസുകുട്ടി ആലീസിനെ ഉപേക്ഷിച്ചാൽ ഉണ്ടായിരുന്ന ജോലി പോയ ആലീസ് പെരുവഴിയിലാവും. അന്ന് ആലീസിന് മോഹനേട്ടൻ ചെലവിന് കൊടുക്കോ? ആലീസേ, നീ ജോലി കളയാനൊന്നും നിൽക്കണ്ട. ബാക്കി നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. തൽക്കാലം നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഈ ആണുങ്ങളുടെ വാക്കിട്ട് ഓരോന്ന് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ വിവരം അറിയും. സാറിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഈ സാറെന്നല്ല, നമ്മുടെ നാട്ടിലെ 90% ആണുങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. അവര് പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. അത് അങ്ങനെയൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ജോസൂട്ടി, മോഹനേശ്വര സാറാ. എന്തായി സാറേ? ഈ ആലീസ് വലിയ വാശിയിലാണല്ലോ. അവരുടെ തീരുമാനം മാറ്റാൻ വലിയ പ്രയാസമായിരിക്കും. ഇനിയൊരൊറ്റ വഴിയേ ഉള്ളൂ. ജോസൂട്ടിയുടെ കൂടെ ആലീസ് വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളെന്ന് പറഞ്ഞോളെ. കാല് പിടിക്കണമെങ്കിൽ കാല് പിടിച്ചോ, അതിൽ വലിയ നാണക്കേടെന്ന് വിചാരിക്കണ്ട. കാര്യം കാണാൻ ഭാര്യയുടെ കാല് പിടിക്കാമെന്നാണല്ലോ പ്രമാണം. എങ്ങനെയെങ്കിലും ആലീസിന്റെ ജോലി രാജിവെപ്പിച്ച ജോസൂട്ടി രക്ഷപ്പെട്ടു. പിന്നൊന്നും പേടിക്കാനല്ലോ. അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ സാറേ. ശരിക്ക് ശ്രമിക്കണം. അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും 2 ജീവിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പരിപാടിച്ചോളാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ ജോസൂട്ടി വില്ലേജ് ഓഫീസിലേക്ക് വാ. ആലീസിനെ എങ്ങനെ വീഴ്ത്താന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി, പിന്നെ വേറെ വെച്ചിട്ടൊന്നുമില്ലല്ലോ. ശരി ബാബു. ബാബു എന്നെ വളരെ വിളിക്കും. അത് എന്നോട് പറഞ്ഞായിരുന്ന? അയ്യോ പറയണ്ടേ, പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നില്ല. ജോസുകുട്ടിയുടെയും ആലീസിന്റെയും കുടുംബകാര്യത്തിൽ നീ ഇടപെട്ടത് ഒട്ടും ശരിയായില്ല. ഞാൻ അങ്ങോട്ട് പോയി ഇടപെട്ടതാണോ മോഹനേട്ടാ? ആലീസ് ഇങ്ങോട്ട് വന്നതല്ലേ. ഒരാൾ ഇങ്ങോട്ട് വന്നൊരു ഉപദേശം ചോദിക്കുമ്പോ ഒഴിവാക്കാൻ പറ്റുമോ എനിക്ക്? പക്ഷേ നീ കൊടുത്ത ഉപദേശം മഹാമോശമായി പോയി. ജോലി രാജിവെച്ച് ആലീസ് ജോസുകുട്ടിയോടെ പോയില്ല എങ്കിൽ ജോസുകുട്ടി ആലീസിനെ ഉപേക്ഷിക്കും എന്നുള്ളത് ഉറപ്പാ. അങ്ങനെ ആലീസിന്റെ കുടുംബം തകർന്നാൽ അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഞാൻ എന്തേന്ന്?
മോഹനേട്ടാ, ഇക്കാര്യത്തിൽ ആലീസിന്റെ ഭാഗത്താണ് ന്യായം. അവള് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയൊരു ജോലിയല്ലേ, ആ ജോലി കളയുന്ന എങ്ങനെയാ? കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്തരം ചില ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ സകല ത്യാഗവും പെണ്ണുങ്ങൾ തന്നെയാണ് സഹിക്കേണ്ടി വരുന്നത്. കുടുംബം പെണ്ണുങ്ങളുടെ മാത്രം ആവശ്യമാണോ? അല്ലല്ലോ. അപ്പൊ ആണുങ്ങൾ കുറച്ച് ത്യാഗം സഹിക്കുന്ന ഇല്ല, അത് ശരിയാവില്ല. ആണുങ്ങളുടെ ഇഷ്ടം മാത്രമേ വീട്ടിലെ നാട്ടില് നടക്കാവൂ എന്നാണ് നിങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം നടത്തിയെടുക്കാൻ പെണ്ണുങ്ങളെ ഓരോന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കും. പാവം പെണ്ണുങ്ങള് നിങ്ങളുടെ തട്ടിപ്പ് വീഴും. പക്ഷേ ആലീസിന്റെ കാര്യത്തിൽ അത് നടക്കില്ല. അവക്ക് ബുദ്ധിയുണ്ട്. ആലീസ് കൂടെ പോയില്ലേ അവളെ കുടുംബം തകരും. ഒരുമിച്ച് ജീവിക്കണമെന്ന് ജോസുകുട്ടി ആഗ്രഹിക്കുന്നതിൽ എന്താണ് ഭമേ തെറ്റ്? ഒരു തെറ്റുമില്ല. ജോസുകുട്ടി ജോലി രാജിവെച്ച് ഇവിടെ വന്ന് നിൽക്കട്ടെ, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. നടക്കില്ലെങ്കിൽ വേണ്ട. മോഹനട്ടാ, കുടുംബ സമാധാനത്തിന് വേണ്ടി പെണ്ണുങ്ങൾ മാത്രമായിട്ട് ത്യാഗം ചെയ്യുന്ന ഒരു കാലമുണ്ടല്ലോ, അത് കഴിഞ്ഞു. ജോസുകുട്ടിക്ക് വേണ്ടാത്ത കുടുംബം ആലീസിനും വേണ്ട. അത്രയേ ഉള്ളൂ. തീരുമാനിച്ചത് ഞാനല്ല, ആലീസാണ്. അവൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മോഹനോട് അങ്ങോട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈശ്വര, എനിക്ക് സ്ഥലം മാറ്റം വന്നാൽ ഇവള് കൂടെ പോരില്ലെന്നുള്ളത് ഉറപ്പായി. പെണ്ണുങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച പാവ ആണുങ്ങൾ എന്ത് ചെയ്യും? ഓ, ഹലോ, അതെ തുമ്മനാണ്. ശിവൻകുട്ടി ചേട്ടാ, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ ധൃതി പിടിച്ച കാര്യങ്ങളെല്ലാം നടക്കുമോ? അതേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. അല്ല, ഞാൻ പല വഴിക്കും നോക്കി, എല്ലാം ശരിയായിട്ട് വരണ്ടേ. എന്തെങ്കിലും ശരിയായി വന്നാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരാം. ശരി ശരി ശരി, നമസ്കാരമുണ്ട് സാറേ. നമ്മുടെ പുത്തമ്പുരക്കിലെ ശിവൻകുട്ടി ചേട്ടന് രാവിലെ മുതൽ വിളിയോട് വിളിയാ. ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാനുള്ള സമയം തരണ്ടേ? എന്താ പ്രശ്നം? പ്രശ്നം അങ്ങനെ കയ്യിരിപ്പിന്റെ തന്നെ. അയാൾക്ക് ടൗണിൽ ഏതോ ഒരു വലിയ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നല്ലോ. 7-8 കൊല്ലം മുമ്പ് ശിവൻകുട്ടി ചേട്ടനും സാവിത്രി ചേച്ചിയും തമ്മിലുള്ള കല്യാണം നടക്കുന്ന സമയത്ത് സാവിത്രി ചേച്ചിക്കും ജോലി ഉണ്ടായിരുന്നു. ഏതോ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു ചേച്ചി. പക്ഷെ കല്യാണം കഴിഞ്ഞ പാടെ ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഇനി ജോലിക്ക് പോകണ്ട എന്ന്. കുടുംബം നടത്താനുള്ള പൈസ പുള്ളിക്കാരെ ഉണ്ടാക്കുന്നുണ്ട്, സാവിത്രി ചേച്ചിയുടെ ശമ്പളം ആവശ്യമില്ല, അന്തസ്സുള്ള ആണുങ്ങൾ ഭാര്യയുടെ ചെലവിൽ ജീവിക്കില്ല എന്നൊക്കെ ആയിരുന്നു പ്രമാണം. അന്ന് വിവരമുള്ളവരൊക്കെ പറഞ്ഞു ഒരു ജോലിയുള്ളതല്ലേ, കളയണ്ട കളയണ്ട എന്ന്. പക്ഷെ ശിവൻകുട്ടി ചേട്ടൻ വക വച്ചില്ല. അങ്ങനെ ചേച്ചിയുടെ ജോലിയും പോയി. കഴിഞ്ഞ മാസം വണ്ടി ഇടിച്ച് 2 കാലിന്റെ സ്വാധീനം പോയി ശിവൻകുട്ടി ചേട്ടൻ കിടപ്പിലായതോടുകൂടി വീട്ടിൽ വേറെ വരുമാന മാർഗം ഇല്ലാതായില്ലേ സാറേ. നഷ്ടപരിഹാരം കിട്ടിയ കാശുകൊണ്ട് ആശുപത്രി ചെലവൊക്കെ നടന്നു. ഇനി അങ്ങോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വേറെ വരുമാനം വേണം. സാവിത്രി ചേച്ചിക്ക് പറ്റിയ ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത്. ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് ഇപ്പം നക്ഷത്ര എണ്ണയാണ്. എന്ത് പറയാനാണ്, ബുദ്ധിയുള്ള ഒരു ഇക്കാലത്ത് ഉള്ള ജോലി കളയോ സാറേ? അതൊക്കെ കെ മോഹനേട് സാറിനെ സമ്മതിക്കണം. എത്ര കാശുണ്ടെങ്കിലും വക്കീലിനെ ജോലിക്ക് വിടുന്നുണ്ടല്ലോ, അതാണ് സാറിന്റെ ബുദ്ധി. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടൻ ഒന്ന് കാണണം. എന്റെ പ്രഭേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാൽ നമ്മളെ പോലുള്ളവർ ചുറ്റിപ്പോവുകയുള്ളൂ. സാധനങ്ങൾക്കൊക്കെ തീ വിലയല്ലേ, എങ്ങനെ ജീവിക്കും? വാസ്തവ കാഞ്ഞന സാറേ, അടുത്ത 1-ാം തീയതി വരെ എങ്ങനെ എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ശമ്പളം കിട്ടിയ കാശിന്റെ 10 പൈസ ബാക്കിയില്ല. എന്തൊക്കെയായാലും നിങ്ങൾക്ക് എന്റെ അത്ര പ്രശ്നമൊന്നുമില്ലല്ലോ കാഞ്ചന സാറേ. കാഞ്ചന സാറിനും പ്രഹ്ലാദ് സാറിന് നല്ല ശമ്പളം ഉണ്ടല്ലോ. നിങ്ങൾ 3 പേരല്ലേ ഉള്ളു വീട്ടില്. എനിക്ക് ഭാര്യയും അമ്മയും 2 മക്കളും ഉണ്ട്. കുടുംബത്ത് ആകെ വരുമാനം ഉള്ളതേ എനിക്ക് മാത്രമാ. അത് ശരിയാ ശശിപാലൻ ചേട്ടാ. ഇക്കാലത്ത് ഒരാളുടെ വരുമാനം വെച്ച് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ വലിയ പാടാ. എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല 1-ാം തരം ജോലിയുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കും. എന്താണ് ചർച്ച?
അല്ല സാർ, ജീവിത ചെലവ് കൂടുന്ന കാരണം ശമ്പളം കൊണ്ട് ഒന്നും ആവുന്നില്ല എന്ന് പറയായിരുന്നു. എനിക്ക് വീട്ടിലെ അമ്മയും അച്ഛനും അനിയനും ഉണ്ട്. ശശിപാലൻ ചേട്ടന്റെ വീട്ടിലുള്ളത് 5 പേര്. ഒരാളുടെ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? ഞങ്ങൾക്ക് 2 പേർക്കും ശമ്പളം ഉണ്ടായിട്ടും ജീവിക്കാൻ ഇവിടെ പറ്റുന്നില്ല. എനിക്കും കൂടി ജോലിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നതാണ് നല്ലത് എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താ സാർ സംശയം? പണ്ടൊക്കെ പെണ്ണുങ്ങളെ ജോലിക്ക് വിടാൻ ആണുങ്ങൾക്ക് മടിയായിരുന്നു. ഇപ്പൊ ജോലി വേണ്ടെന്ന് വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞാലേ പ്രഹ്ലാദൻ ചേട്ടൻ ബോധം കെട്ട് വീഴും. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് തന്നെ സാറേ നല്ലത്. മറ്റുള്ളവരുമായി ഇടപഴകുകയും ലോകകാര്യങ്ങൾ മനസ്സിലാക്കാൻ ചേരുന്ന സ്ത്രീകൾക്ക് വല്ല വിവരം ഉണ്ടാവോ? അതുമാത്രമല്ല, ജോലിയുടെ കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ പെണ്ണുങ്ങളാ ഭേദം. ഞങ്ങൾ സമയത്ത് വരും, മര്യാദയ്ക്ക് ജോലി ചെയ്യും, സമയത്ത് പോവും. പല ഓഫീസുകളിലും ആണുങ്ങൾ തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. ഇതിനിടയിൽ കൂട്ടുകൂടാനും കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാൻ വരെ പോകുന്നവരുണ്ട്. അത് മാത്രമല്ല സാർ, ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വലിയ പ്രശ്നക്കാരാ. ചെയ്യാൻ ഒന്നുമില്ലാതെ വരുമ്പോഴേ ഓരോന്നാലോചിച്ച് വഴക്കുണ്ടാക്കും. സത്യം പറഞ്ഞ നമ്മൾ ആണുങ്ങൾക്ക് അവർ സ്വൈരം തരില്ല. ജോലിയുണ്ടെങ്കിൽ ജോലി സമയത്തെങ്കിലും നമ്മളെ വെറുതെ വിടുമല്ലോ. അത് ശിശുപാലൻ ചേട്ടൻ ഞങ്ങളെ കളിയാക്കിയതാണല്ലോ. സത്യമായിട്ടുമല്ല, ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ടല്ലോ. അനുഭവം കൊണ്ട് പറഞ്ഞതാ. അല്ല, സാറിന്റെ ഭാര്യ വക്കീലായതുകൊണ്ട് സാറിന് ഒരു ശല്യം അവരുണ്ടാക്കില്ല. ജോലിയുള്ള ഭാര്യയാണ് സാർ ഏത് കണക്കിനും നല്ലത്. അല്ല, ഞാൻ പറഞ്ഞ സത്യാന്ന്. സാർ, ആ ജോസൂട്ടി സാർ കാണാൻ വന്നിരിക്കുന്നു. ജോസൂട്ടി സാറോ? ഇറിഗേഷനിലെ ജോസൂട്ടി സാറേ, സാറിനെ കാണാനാ വന്നത്. എന്തോ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ജോസൂട്ടിയോട് വരാൻ പറഞ്ഞിരുന്നു. വരാൻ പറയട്ടെ സാർ? വേണ്ട, ഞങ്ങള് പുറത്തുനിന്ന് സംസാരിച്ചോളാം. ഭാമേ, ചായ എടുത്തില്ലേ? ആ, ചായ എടുക്കാം. മോഹനേട്ടൻ വന്ന് കേറുതല്ലേ ഉള്ളൂ. ആലീസിന്റെ ഭർത്താവ് ജോസുകുട്ടി ഇന്ന് വില്ലേജ് ഓഫീസ് വന്നിരുന്നു. വന്നു. എന്തിന്? എന്നെ കാണാൻ. ആ, അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നെ കാണാൻ ഓരോ ദിവസം എത്രയോ പേര് വില്ലേജ് ഓഫീസ് വരുന്നു. അതൊക്കെ എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ നിന്നോട് പറയണോ? അങ്ങനെ എല്ലാവരും വരുന്ന കാര്യം പറയണ്ട. പക്ഷെ ജോസൂട്ടിയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ മോഹനേട്ടാ. ആലീസ് നിന്നെ കാണാൻ ഇവിടെ വന്നല്ലോ, അതുപോലെ ജോസൂട്ടി എന്നെ കാണാൻ അവിടെ വന്നു. അത്രേ ഉള്ളൂ. അത്രയല്ല ഉള്ളത്. ആ, ജോസൂട്ടി വന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ മോഹനേട്ടാ, നീ ആദ്യം അതാരണം നോക്ക്. ആ, നമസ്കാരം വക്കീലെ. എന്താ ജോസൂട്ടി? ഞാന് വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. ആ, രാവിലെ ആലീസ് ഇവിടെ വന്നതും വക്കീല് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. വീട്ടിൽ കയറി വന്ന് പേടിപ്പിക്കുകയാണോ? എന്നെ കാണാൻ അങ്ങനെ പലരും ഇവിടെ വന്നിരിക്കും. വരുന്നവരോടൊക്കെ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ സംസാരിക്കുകയും ചെയ്യും. അത് ചോദിക്കാനാണോ ജോസൂട്ടി കൊണ്ട് വന്നത്? ഞാൻ പറയട്ടെ? ഒന്നും പറയണ്ട. നിങ്ങൾ ആണുങ്ങളുടെയൊക്കെ ധാരണ എന്താണ് ജോസൂട്ടി? നിങ്ങൾ പറയുന്ന അനുസരിച്ച് തുള്ളാനുള്ള പാവകളാണ് പെണ്ണുങ്ങളെന്നോ? ആ പരിപാടി നടക്കില്ല. ജോസൂട്ടിക്ക് സ്ഥലം മാറ്റം ഉണ്ടായത് ആലീസിന്റെ കുഴപ്പം കൊണ്ടാണോ? അപ്പൊ പിന്നെ അവിടെ എന്തിനാണ് ഈ ജോലി കളയുന്നത്?
അങ്ങനെയല്ലല്ലോ വക്കീലേ. അങ്ങനെയാണ് ജോസൂട്ടി. ഭർത്താവിന്റെ സൗകര്യത്തിന് മാത്രം ജീവിക്കാനുള്ള ആളല്ല ഈ ഭാര്യ എന്ന് പറയുന്നത്. ആ ഇനിയിപ്പോ അങ്ങനെ ജീവിച്ചേ മതിയാവൂന്നാണെങ്കിൽ ജോസൂട്ടി ജോലി രാജിച്ച് ഇവിടെ വന്ന് നിന്നോ, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ രാജിവെക്കാൻ പറ്റില്ലല്ലോ. എന്താണ് പറ്റാത്തത്? ആലീസിന് ജോലി രാജിവെക്കാമെങ്കിൽ ജോസൂട്ടിക്കും ജോലി രാജിവെക്കാം. അതിന് ആലീസ് ജോലി രാജിവെക്കുന്നില്ലല്ലോ. ആലീസ് ജോലി രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിന്ന് വില്ലേജ് ഓഫീസിൽ പോയി മോഹൻകൃഷ്ണൻ സാറിനെ കണ്ടിരുന്നു. അപ്പോ സാറ് പറയാ ആലീസും വക്കീലും ഒക്കെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. മോഹനേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു വക്കീലെ. പറയുക മാത്രമല്ല അതിന്റെ കാര്യകാരണങ്ങൾ വിശദമായിട്ട് പറയുകയും ചെയ്തു. കേട്ടപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ആലീസ് ജോലി രാജിവെക്കുന്നില്ല. സാറിങ്ങനെ അഭിപ്രായം പറയാൻ കാരണം വക്കീലാണെന്ന് സാറ് തന്നെ പറഞ്ഞു. വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോ അവൾക്കും വലിയ സന്തോഷമായി. എല്ലാത്തിനും കാരണം വക്കീലാ. വക്കീലിനോടൊരു നന്ദി പറയണമെന്ന് തോന്നി. അതിനാ ഞാൻ വന്നത്. ഞാൻ നാളെ പോകും. ലീവിന് വരുമ്പോ ആലീസിനെയും കൂട്ടി വരാം. എന്നാ ശരി വക്കീലേ. എന്നാലും മോഹന തോന്നുന്നു. എന്താ ആലോചിക്കുന്നേ? സാറിന്റെ അഭിപ്രായം മാറ്റിക്കളഞ്ഞത്? അത് പിന്നെ നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന അഭിപ്രായം നമ്മൾ പറയും. പക്ഷേ ആ അഭിപ്രായം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ അത് മാറ്റണ്ടേ? അഭിപ്രായം തെറ്റാണ് എന്ന് എങ്ങനെ തെളിഞ്ഞു? അനുഭവമാണല്ലോ നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത്. കുറേ പറയാനുണ്ട്. അത് പിന്നെ പറഞ്ഞുതരാം. ഭാര്യയ്ക്ക് ജോലിയുള്ളത് നല്ലതാണോ അല്ലയോ എന്ന തർക്കത്തിന് ഒരുപാട് പഴക്കമുണ്ട്. ജോലിയുള്ള ഭാര്യ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതെ വരുമോ എന്ന പേടിയാണ് പല ആണുങ്ങളെയും നയിക്കുന്നതെന്നതാണ് സത്യം. മോഹനകൃഷ്ണന്റെ ഇക്കാര്യത്തിലെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.